കിളിയുടെ പാട്ട് പറഞ്ഞേ, പാരസ്പര്യത്തിന്റെ പാട്ട് പറഞ്ഞേ. ഞാൻ അവസാനിപ്പിക്കണേ. അപ്പൊ നിങ്ങൾ രണ്ടായിട്ട് ഞാൻ പിരിത്തിരിക്കല്ലേ. ഇവിടെ കുറച്ച് ആൺകുട്ടികൾ ചേട്ടന്മാർ കുറച്ച് പേര് ഇവിടെ ഉണ്ട്, നിങ്ങൾ കുറച്ച് പേര് ഇവിടെ കുറവാണ്. എങ്കിലും അത് കാര്യമാക്കണ്ട. ഞാൻ നിങ്ങൾ രണ്ടായിട്ടൊന്ന് വിഭജിച്ചിട്ട് 2 നേഷൻസ്, 2 രാജ്യം, ഒന്ന് പാണ്ടിനാട് ഒന്ന് മലനാട്. ആരാണ് പാണ്ടിനാട്, ആരാണ് മലനാട്? നിങ്ങൾ ഏത് നാടാ? ഉറക്കെ പറയേത് നാടാ? ഏത് നാടാ? ശരി, നിങ്ങൾ മലനാട്. ഇവിടെ ആള് കുറവാണ്, ഞാൻ ഇവരോട് ചേരുമ്പോ നമ്മൾ പാണ്ടിനാട്. ഏത് നാട്? അപ്പൊ ഉറക്കെ പറഞ്ഞ പാണ്ടിനാട് പറഞ്ഞേ. നോക്കട്ടെ, പാണ്ടി നാട്ടുകാർക്കാണ് മലനാട്ടുകാർക്കാണ് ശബ്ദം കൂടുതലെന്നറിയാവേ. ഉറക്കെ പറയണം നിങ്ങളെ. പാണ്ടിയിലെ കൊള്ളത്തില്ലേ 100-ല് പാണ്ടി നാട്ടുകാർക്ക് 145. ഓ മലനാട്ടുകാരുടെ ശബ്ദം കേട്ടോ. നോക്കട്ടെ, പറഞ്ഞ മലനാടിന്റെ 85, നിങ്ങൾക്ക് 85, ഇവർക്ക് 45. നോക്കട്ടെ, ഒരു ചാൻസ്. റെഡിയായിട്ടിരുന്നോ? നിങ്ങൾ വിചാരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ തോക്കുന്നത്, നിങ്ങൾ തീരുമാനിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ജയിക്കുന്നത്. റെഡി? അങ്ങനെയാണെങ്കിൽ ഒന്ന് ഉറക്കെ പറഞ്ഞേ. പാണ്ടിയിലെ ഇവിടെ മുന്നോട്ട് വന്നിട്ടുണ്ട്, ഞാൻ മാർക്കിപ്പ് ഇടാൻ പോണെന്നൂടെ നോക്കട്ടെ. പാണ്ടിയിലെ പറഞ്ഞേ. മലനാടിന്റെ ഇനി ഒരുമിച്ച് പറയണേ. അതിരും തലയ്ക്കൽ. ഇവര് നല്ല ശബ്ദം, ഇവിടെ ശബ്ദം പോലെ. അതിരും തലയ്ക്കൽ ഒരു പെരുമരമുണ്ട്. അതിലൊരു കിളി, ഇരുകിളി, മുക്കിളി, നാങ്കിളി, ഐങ്കിളി, പൈങ്കിളി, കിളി 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 കിളി. നമുക്ക് ഈ കിളി ആരാണെന്ന് നോക്കാം. എല്ലാവരും കയ്യിൽ ഇങ്ങനെ വെച്ച് എല്ലാവരും നന്നായിട്ട് ഈ ക്രിയ നന്നായിട്ട് ചെയ്യണേ. എന്നിട്ട് ഈ വയസ്സിലേക്ക് ചായ ഉണ്ട്, നന്നായിട്ട് ചായണേ. ഇങ്ങനെ വെച്ച് പറഞ്ഞേ, അതിലൊരു കിളി. അങ്ങനെ ചെന്നിട്ട് അവർക്ക് നന്നായിട്ട് രസകരമായിട്ട് ചായനുണ്ട്. അടുത്ത ആളുടെ തോളിലേക്ക് പറഞ്ഞു, അതിലൊരു കിളി. ഇനി ഇപ്പുറത്തേക്ക് ചാഞ്ഞ ഇരുകിളി. ഓക്കെ, ഇനി പിറകിലേക്ക് ചാഞ്ഞ മുക്കിളി. അത് തന്നെ. ഇനി മുമ്പിലേക്ക് ചാഞ്ഞ നാങ്കിളി, വശത്തേക്ക് ചാഞ്ഞ ഐങ്കിളി, ഇപ്പുറത്തേക്ക് ചൂണ്ടിക്ക പൈങ്കിളി. ഇനി വിളിക്കുന്ന എല്ലാരും ചൂണ്ടിക്ക കിളി 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 കിളി. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ആരാ കളികള്? ആ വെളുത്ത കളി, കറുത്ത കളി, മാലയിട്ട് കളി, റാവച്ച് കളി, വാച്ചുകെട്ടി കളി, ചിരിക്കുന്ന കളി, ചിരിക്കാത്ത കളി. ഈ കിളികളെല്ലാം കൂടെ കൂട്ടുകൂടി ദേശാഭിമാനായിട്ട് പേരിൽ ഇങ്ങനെ വന്നിരിക്കുമ്പോ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് പറയട്ടാ, നീ ഇങ്ങനെ കൂടിയിരുന്ന് സന്തോഷിക്കേണ്ടതാ, നീ ഇങ്ങനെ കൂടിയിരുന്ന് പാട്ട് കേട്ട് താളം പിടിച്ച് ഒറ്റ താളത്തിനൊന്നും ഇനിയും വരണ്ട എന്ന് പറഞ്ഞൊരു കാട്ടാളം വന്നിട്ട് എന്താ ചെയ്യണമെന്നറിയാമോ? നമ്മളിരുന്ന് സ്നേഹം നുണയുന്ന, സൗഹൃദം നുണയുന്ന, ഒരുമ മരത്തിന്റെ, പാരസ്പര്യ മരത്തിന്റെ കടക്കലിലേക്ക് തന്റെ കയ്യിലുണ്ടായിരുന്ന കോടാലി അടുത്ത് കണ്ട കല്ലിന്മേ രാഗി മിനിക്ക് മുറിച്ച് മുറ്റിച്ചിട്ട് ഈ മരത്തിന്റെ ചുവട് ലക്ഷ്യമാക്കി ഈ കാട്ടാളൻ എന്ത് ചെയ്തെന്നറിയാമോ? എങ്ങനെ വെട്ടി? വെട്ടും. അപ്പൊ കാഞ്ഞു വെട്ടി നോക്കിയാലോ? അപ്പൊ എല്ലാവരും സങ്കല്പിച്ചൊരു തോർത്തെടുത്ത് തലയിൽ കിട്ടും. തോർത്തെടുത്ത് റെഡി എടുത്ത് മുണ്ടെടുത്ത് കൊടുക്കും. ഓക്കെ, മടക്കി കുറ്റി. ഓക്കെ, ഒരു കുറ്റിപിടി എടുത്ത് വലിക്കും, പുക വിടും, ചവിട്ടിക്കെടുത്ത് കയ്യിൽ കോടാലെടുത്ത് പിടിക്കും. എന്നിട്ട് ആ മരത്തിന്റെ മൂട്ടില്ലാണ്ട് തട്ടുതടി ശബ്ദം കേട്ടെ. എടുത്ത് പിടിച്ചോ. എന്നിട്ട് പുറകിലേക്ക് ചാഞ്ഞോളൂ. എന്നോടൊപ്പം പുറകിലേക്ക് ചാഞ്ഞിട്ട് മുന്നിലേക്ക് വന്ന് വീഴണേ. ആ കാട്ടാളൻ തന്റെ കയ്യിലുള്ള കോടാലി കൊണ്ട് മരത്തിന്റെ ചുവട് ലക്ഷ്യമാക്കി എന്നോടൊപ്പം വെട്ടിക്കോണം. പിടിച്ചോ. എന്നോടൊപ്പം മറിഞ്ഞോണ്ടേ ലക്ഷ്യമാക്കി ആ ഒരുമ മരത്തിന്റെ, സൗഹൃദ മരത്തിന്റെ, പാരസ്പര്യ മരത്തിന്റെ ചുവട് ലക്ഷ്യമാക്കി വെട്ടിയപ്പോൾ ആ മരത്തിലുണ്ടായിരുന്ന 600,000, നിങ്ങളാകുന്ന 600,000 പച്ചപ്പനം തത്തകൾ പറഞ്ഞ് പറഞ്ഞ് അതെവിടെയെങ്കിലും അടിച്ചിട്ട് പറഞ്ഞു പുതറച്ചിതറിപ്പാതറി. ബാഗിലേക്ക് അടിക്കും, കുപ്പികൊണ്ടെങ്കിൽ കാലൊക്കെ ചവിട്ടിട്ട് പറഞ്ഞു പുതറച്ചിതറിപ്പാതറി. പുറത്തൊക്കെ അടിച്ചു പുതറച്ചിതറിപ്പാതറി. പേടിച്ച് വിറച്ച ഈ കിളികൾ അത്രയും, ആ ഒരുമ മരത്തിൽ വന്നിരുന്ന ആ കിളികൾ അത്രയും പേടിച്ച് വിറച്ച കിളികളെയും ജീവനും കൊണ്ട് ആ കിളികൾ അത്രയും അവിടെ നിന്ന് ശബ്ദം എടുത്തുകൊണ്ട് ഇങ്ങനെ കൈവെച്ച് എല്ലാവരും ഇങ്ങനെ കൈവെച്ച് എന്നിട്ട് എങ്ങോട്ടെങ്കിലും കൈ ഓടിച്ചിട്ട് പറഞ്ഞ് ചേല 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 എഴുന്നേറ്റിട്ട് ചുറ്റുപാടൊക്കെ നോക്കി ചേല 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 അങ്ങനെ വെച്ചോ. കൈലിങ്ങനെ വെച്ച ജീവനും കൊണ്ട് ആ കിളികൾ അത്ര അവിടെ നിന്ന് പറ 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 പറ
വിശ്രമിക്കാൻ സ്വസ്ഥമായ സ്വാസ്ഥ്യത്തോടെ ഇരുന്ന് സ്നേഹം നുണയാൻ ഒരു മരമില്ലാതെ, ഒരു തണലില്ലാതെ, 1 ലിറ്റർ പാലിനേക്കാൾ 1 കുപ്പി വെള്ളത്തിന് വില ഇവിടെ ഇട്ടപ്പോഴേക്കും നമുക്ക് ഓർക്കണം. ഇതാ ഞങ്ങളുടെ പുറകിലേക്ക് എന്ന് നോക്കി, പുറകിലിരിക്കുന്നവരെയൊക്കെ നോക്കിക്കേ, നോക്കിയാ ഈ മുന്നിരിക്കുന്നവരെ നോക്കിക്കേ, നോക്കിയാ ഇവരൊക്കെ നോക്കിയോ? ഇനി നിങ്ങൾ വിചാരിച്ചോളൂ, ഞങ്ങൾ നിങ്ങൾ ഉപദേശിക്കുന്നത് എന്താണെന്നറിയാമോ? ഞാനൊരു സാറാണ്. ഞങ്ങളൊക്കെ നിങ്ങൾ ഉപദേശിക്കുന്നത് എന്താണെന്നറിയാം? പുഴയിൽ കുളിക്കരുത്, മഴയത്ത് ഇറങ്ങരുത്, കിണർ വെള്ളം കുടിക്കരുത്, അല്ലേ? ഇതൊക്കെയാണ് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ പുഴയിൽ കുളിക്കാതിരിക്കാൻ പറ്റാത്ത വിധത്തിൽ പുഴയിൽ കുളിക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ പുഴയെ മലിനമാക്കിയത് ഇപ്പോൾ എന്റെ ക്ലാസ് കേൾക്കുന്നത് നിങ്ങളാണോ? ഞങ്ങൾക്ക് മഴ കൊള്ളാൻ പറ്റാത്ത വിധത്തിൽ ഈ മഴയെ ഇത്രയും കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ച് ഇത്രയും വിഷമയമാക്കിയത് നിങ്ങളാണോ? പിന്നെ ആരാ? ഈ ഭൂമിയുടെ ഉറവക്കണ്ണുകൾ മുഴുവൻ അടച്ച് കിട്ടിയ പ്ലാസ്റ്റിക് മുഴുവൻ എടുത്ത്, മനുഷ്യന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായ പ്ലാസ്റ്റിക് മുഴുവൻ എടുത്ത് ഈ ഭൂമിയുടെ ഉറവക്കണ്ണ് പൊട്ടിച്ച് അതിലിട്ട് മൂടി നിങ്ങളോട് പറയുന്നത് പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉപയോഗിക്കരുത്, പ്ലാസ്റ്റിക് കത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുമ്പോൾ ഈ കണ്ണ് മൂടിയത് നിങ്ങളാണോ? ഇതാരാ? ഞങ്ങൾ ഉൾപ്പെടെയുള്ളവരാ. നിങ്ങളല്ല. നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങളാണെന്നല്ല ഉപയോഗിച്ചത്. ഞങ്ങളെ ഈ പുഴയെ ഇല്ലാതാക്കിയത്, ഞങ്ങളെ ഈ കുളത്തിന് ഇറങ്ങാൻ പറ്റാത്ത വിധത്തിൽ ഈ കുളത്തെ വികൃതമാക്കിയത്, ഞങ്ങളെ ഇവിടത്തേക്ക് ഇത്ര മാലിന്യം എടുത്തെറിഞ്ഞത്. എന്നിട്ട് നിങ്ങൾ ഉപദേശിക്കുക ഞങ്ങളിപ്പോ പിടിയിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ കൈയ്യാണ് ചുരുട്ടിപ്പിടിച്ചെല്ലാവരും ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ച് ഈ ദേശാഭിമാനിയിൽ നിങ്ങൾ ഇറങ്ങി പോകുമ്പോ ബാലസംഘത്തിന്റെ കൊടി നിങ്ങൾ ആകാശത്തേക്ക് ഉയർത്തിയുണ്ടോ? അവിടെ വെച്ച് നിങ്ങൾ പാടേണ്ട മുദ്രാവാക്യം ഞാൻ പഠിപ്പിച്ചുതരാം. ഇങ്ങനെ പിടിച്ചേ, അന്ന് ചുരുട്ടിപ്പിടി. എന്നിട്ട് നിങ്ങൾ കൂട്ടുകാരനെ വെട്ടിയിട്ടിട്ട് തുണ്ടമാക്കിയിട്ട് മക്കൾക്കും ഭാര്യയ്ക്കും അമ്മയ്ക്കും അച്ഛനും ഭർത്താവിനും ഭർത്താവിനെ ഇല്ലാതാക്കി പോയി മുദ്രാവാക്യം നമുക്ക് വിളിക്കണ്ട. നമുക്ക് വിളിക്കാൻ മുദ്രാവാക്യം ഇവിടെ ഉണ്ട്. ഇങ്ങനെ വിളിച്ചോ പറഞ്ഞ നിങ്ങൾ ഉറക്കെ കൊണ്ട പൊട്ടി പറഞ്ഞു, മണ്ണുതാ. അത് നിങ്ങൾ ഈ കൊടിയുടെ ചോട്ടിന് ഇത് പാടിക്കോ. ഇങ്ങനെ വിളിച്ചോ, എന്നിട്ട് പാടിക്കോ, മണ്ണുതാ. ഈ ശബ്ദത്തിൽ പാടി നിങ്ങൾക്ക് മണ്ണ് കിട്ടൂല. ഉറക്കെ പാടിക്കേ, മണ്ണുതാ, വിണ്ണുതാ, മനസ്സുതാ, തിരിച്ചുതാ, ആത്തി ഈത്തി അമ്മയത്താ, ആത്തി ഈത്തി അമ്മയത്താ. ഈ മുദ്രാവാക്യം നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ ഇടപെടലിലൂടെ പോയി നോക്കിയേ. നിങ്ങളുടെ ഇടപെടലിൽ കൂടെ നിങ്ങൾ എന്നിട്ടും പുറക്കെ പാടിപ്പോ, അല്ലെ? ഞാൻ താളത്തിൽ പാടിത്തരാം. നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചോണം, ഇടയ്ക്ക് കൈയടിച്ചോണം. 1 2 3 സ്റ്റാർട്ട്. മണ്ണുതാ, വിണ്ണുതാ, മനസ്സുതാ, തിരിച്ചുതാ, ആത്തി ഈത്തി അമ്മയത്താ, ആത്തി ഈത്തി അമ്മയത്താ. അത്രേ ഉള്ളൂ. ഞാൻ അവസാനിപ്പിക്കുന്നു. വീട്ടിലേക്ക് ചെന്നിട്ട് എൻ്റെ ക്ലാസ് കഴിഞ്ഞു. വീട്ടിലേക്ക് ചെന്നിട്ട് നിങ്ങൾ എല്ലാവരും ഒരു നെയിൽ കട്ടറോ ഒരു ബ്ലേഡോ എടുക്കുവോ? നെയിൽ കട്ടറോ ബ്ലേഡോ എടുക്കുവോ? നിങ്ങൾ നഖം മുറിക്കാറുണ്ടോ? അപ്പൊ ഇന്ന് തന്നെ ചെന്നിട്ട് നഖം മുറിക്കണം. നഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മുറിച്ചായിരുന്നു. കൈ മുറിച്ചിട്ട് കയ്യിലേക്ക് പ്രശ്നം ഉണ്ടാക്കി. ഓക്കെ, ആയിക്കോട്ടെ. വീട്ടിൽ ചെന്നിട്ട് ഇന്ന് ചെന്നിട്ട് നഖം എന്തെടുക്കണം? നിങ്ങൾ ബ്ലേഡ് എടുക്കണം, അല്ലെങ്കിൽ നെയിൽ കട്ടർ എടുത്തിട്ട് നിങ്ങൾ എന്ത് മുറിക്കണം? നഖം മുറിക്കുമ്പോൾ ഞാൻ ആശംസിക്കുന്നു, ഞാൻ അനുഗ്രഹിക്കുന്നു. നഖം മുറിക്കുമ്പോൾ എൻ്റെ ക്ലാസ് കേട്ട ദേശാഭിമാനിയിലെ കുട്ടികളുടെ കയ്യിലേക്ക് ബ്ലേഡ് അല്ലെങ്കിൽ നെയിൽ കട്ടർ മാംസത്തിലേക്ക് ഓടിക്കയറട്ടെ. എന്നിട്ട് വിരല് മുറിയട്ടെ. വിരൽ മുറിഞ്ഞിട്ട് നോക്കിക്കോ. അടുത്തോടെ കേട്ടോ. വിരലും മുറിയട്ടെ. എന്നിട്ട് ഇവിടെ നിന്ന് എന്റെ പാട്ട് കേട്ട, എന്റെ ക്ലാസ് കേട്ട ഏറ്റവും വെളുത്ത കുട്ടിയുടെ കയ്യിൽ നിന്ന് വരുന്ന ചോരയുടെ നിറം വെളുപ്പും, ക്ലാസ് കേൾക്കുന്ന ഏറ്റവും കറുത്ത കുട്ടിയുടെ കയ്യിൽ നിന്ന് വരുന്ന ചോരയുടെ നിറം കറുപ്പും. നിങ്ങൾ ഏതെങ്കിലും കൊടിയിൽ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് വരുന്ന ചോരയുടെ നിറം നീല, പച്ച, വയലറ്റ്, ഓറഞ്ച് ഒക്കെയാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നാളെ രാവിലെ തന്നെ ഇവിടെ വന്നിട്ട് ഈ പള്ളിക്കൂടത്തിന് തീയിടണം. ഇവിടെ വായനശാല ഉണ്ടെങ്കിൽ അവിടെ ബോംബിടണം. ഇവിടുത്തെ അധ്യാപകരുണ്ടെങ്കിൽ അവരൊക്കെ മടലെടുത്ത് അടിക്കണം. ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്?
അങ്ങനെയാണ് കൈയെടുത്ത് നെഞ്ചത്ത് വെച്ച് ഓക്കെ ചേർത്ത് വെച്ചിട്ട് നിങ്ങൾ ഉറക്കെ തൊണ്ട പൊട്ടിയെന്ന് പറഞ്ഞ് നമ്മുടെ ചോരയ്ക്ക് ഒരേ നിറം. അത് പറയാൻ നിങ്ങളുടെ ശബ്ദം താഴെ കേട്ടോ. പറഞ്ഞ നിങ്ങൾ നമ്മുടെ ചോരയ്ക്ക് ഒരേ നിറം, നമ്മുടെ ജീവൻ ഒരേ വില. അടുത്ത വരി നമ്മുടെ ജനനവും ഒരുപോലെ, അടുത്ത വരി നമ്മുടെ മരണവും ഒരുപോലെ. അമ്മ പകർന്ന പാലിൻ ഗന്ധം. ഒന്ന് കണ്ണടച്ചേ. അമ്മ ഉണ്ടെങ്കിൽ അമ്മയൊന്ന് ഓർത്തേ. കാണാനൊന്നും ചിലപ്പോ ഭംഗിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. കവളൊക്കെ ഒട്ടിക്കാണാൻ പല്ലൊക്കെ മൂന്നിരിക്കും. അമ്മ വീട്ടിലേക്ക് കയറുന്ന കക്കറച്ചയുടെ മണവാ. തെരുവില് കക്കറച്ചയൊക്കെ വിറ്റിട്ടായിരിക്കും അത്. വല്ലരുടെ പാത്രമൊക്കെ കഴുകി കൊടുത്ത് ഹോട്ടലിലൊക്കെ ചെന്ന് ആരുടെയൊക്കെ പാത്രം കഴുകിയിട്ടൊക്കെ വരുന്നത് ഈ കൂറ മണക്കുന്ന മണമായിരിക്കും അമ്മയ്ക്ക് വെച്ചത്. എന്നാലും നമ്മളെ കുളിപ്പിച്ച് തുടപ്പിച്ച് വൃത്തിയാക്കി ഇവിടെ വന്ന് ഇനി ക്ലാസ് കേൾക്കാൻ ഇവിടെ കൊണ്ടിരുത്തിയ അമ്മ ഉണ്ടെങ്കിൽ അമ്മയുടെ മുഖം നോർത്തു. ഇല്ലെങ്കിലും സാരമില്ല. ഇനി കണ്ണു പറഞ്ഞേ, എന്നിട്ട് വളരെ ഉറക്കെന്ന് പറഞ്ഞേ അമ്മ പകർന്ന പാലിൻ ഗന്ധം. ഇനി അമ്മയെ ഓർത്തോട് നിങ്ങൾ ശബ്ദം എടുത്തിട്ട് പറഞ്ഞു ഒന്നാണേ, ഒന്നാണേ. ഇനി ആ കൈ വിട്ടിട്ട് ആകാശത്തേക്ക് വിളിച്ചിട്ട് നിങ്ങൾ പറയും നമ്മുടെ ചോരയ്ക്കൊരേ നിറം. ഈ പാട്ടുകാർ നമ്മുടെ ചോരയ്ക്കൊരേ നിറം, നമ്മുടെ ജീവൻ ഒരേ വില, നമ്മുടെ ജനനവും ഒരുപോലെ, നമ്മുടെ മരണവും ഒരുപോലെ. അമ്മ പകർന്ന പാലിൻ ഗന്ധം, ഒന്നാണേ. അതിങ്ങനെ വഴിയെടുത്ത് പറഞ്ഞോ. നിങ്ങളുടെ നാട്ടിൽ ഇനി നിങ്ങൾ എന്റെ ക്ലാസ്സിൽ പുറത്തൊക്കെ ഇറങ്ങിട്ട് വീട്ടിൽ ചെന്ന് പറയണം, അമ്മയോട് പറയണം, അച്ഛനോട് പറയണം, അമ്മ ഞങ്ങൾ ക്ലാസ്സിൽ പോയിരുന്നു, ക്ലാസ് ഞങ്ങൾ കേട്ട് ഞങ്ങൾക്ക് ഒരു കാര്യം കേട്ടി ഇല്ലേ. നിങ്ങളുടെ ഏറ്റവും നല്ല വിദ്യാലയം നിങ്ങളുടെ വീടാണ്. ഏറ്റവും നല്ല അധ്യാപകർ നിങ്ങളുടെ അച്ഛനും ഒരു തർക്കമില്ല. ഹാപ്പിയാണോ? ഓക്കെ. എല്ലാവർക്കും നന്ദി നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.